ഫ്രണ്ട്സ്, എല്ലാവർക്കും അച്ചസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വളരെയധികം സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. വൃശ്ചിക മാസം ആരംഭിച്ചു. ഇനി എല്ലായിടത്തും അയ്യപ്പ ഭക്തി ഗാനങ്ങളും ശരണമന്ത്രങ്ങളും മാത്രമായിരിക്കും അല്ലേ? ഞങ്ങളുടെ നാട്ടിലും ന്യൂ ജ്യോതിസ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ 27ാം തവണ വൃശ്ചിക താലപ്പൊലി അതിഗംഭീരമായിട്ട് നടന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇന്ന് കൂട്ടുകാരിലേക്ക് ഞാൻ എത്തിക്കുന്നത്. ന്യൂ ജ്യോതിസ് ക്ലബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരുടെ ചെറുപ്പം കാലഘട്ടത്തിൽ തുടങ്ങി ഇന്ന് 27 വർഷങ്ങളായിട്ട് തുടർന്ന് അവർ അതേപോലെ തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ ഈ വൃശ്ചിക താലപ്പൊലി ചെറിയ പ്രായത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ 10ലും 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇവിടെ പരിസരത്തുള്ള ചെറിയ കുട്ടികളെല്ലാവരും ചേർന്ന് നടത്തിയ ഒരു പരിപാടിയാണെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ എനിക്ക് ഒരുപാട് പ്രൗഡും ഒരുപാട് അഭിമാനവും തോന്നിയിട്ട് ആ ചേട്ടന്മാരെ കുറിച്ചിട്ട്. കാരണം 27 വർഷമായിട്ട് പോലും ഇന്നും അതിനൊരു കോട്ടം പോലും തട്ടാതെ അത് ഓരോ വർഷവും അതിഗംഭീരമായിട്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ വർഷത്തെ താലം എഴുന്നള്ളിപ്പാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അയ്യപ്പ സ്വാമിയെ പൂജയൊക്കെ ചെയ്തതിന് ശേഷം അമ്പലത്തിലോട്ട് താലം എഴുന്നള്ളിപ്പ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഫേസ്ബുക്കിൽ കൂടിയാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് ഫോളോ കൂടി ചെയ്യാനായിട്ട് മറക്കരുത്. അങ്ങനത്തെ അമ്മമാരും കുട്ടികളും എല്ലാവരും താലം പിടിച്ച് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കുറേ വിരുന്നുകളുണ്ടായിരുന്നു കേട്ടോ. വിരുന്നെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ചെണ്ടകൊട്ട്, അതുപോലെ തന്നെ തെയ്യം പോലത്തെ അങ്ങനത്തെ ഓരോ രൂപങ്ങളുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ എനിക്കറിയാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊന്നും പറയാത്തത്. ഇതേ കണ്ടില്ലേ, അമ്മമാർ നിൽക്കുന്ന നിപ്പ് തന്നെ കണ്ടില്ലേ? ഒരേപോലത്തെ ബ്ലൗസും ഒരേപോലത്തെ സാരിയൊക്കെ എടുത്ത് എല്ലാവരും നല്ല സെറ്റായിട്ടാണ് ഇരിക്കുന്നത്. അയ്യപ്പ മന്ത്രങ്ങൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണ്. അങ്ങനത്തെ ഇതൊക്കെയാണ് കേട്ടോ ന്യൂ ജ്യോതിസ് ക്ലബിൻ്റെ ചേട്ടന്മാരാണ്. അവരുടെ യൂണിഫോമാണ് ഈ ഒരു ഷർട്ട്. എല്ലാവരും നല്ല രീതിയിൽ പ്രയത്നിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓരോ കാര്യങ്ങളിങ്ങനെ എന്താ പറയുക, എന്തിനു വിളിച്ചാലും ഞങ്ങൾ റെഡി എന്ന ആ ഒരു മട്ടിലാണ് എല്ലാ ചേട്ടന്മാരും ഉള്ളത്. എല്ലാവരും നല്ല രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സുനിച്ചേട്ടനാണ്. പിന്നെ അങ്ങനെ എല്ലാവരും ഓരോരുത്തരുടെ പേരായിട്ട് ഞാനിപ്പോൾ എടുത്ത് പറയുന്നില്ല. നല്ല രീതിയിൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തു. നമ്മുടെ ഈ ഒരു ഉത്സവം പോലെ തന്നെയായിരുന്നു ഞങ്ങൾക്ക് ഈ ഒരു താലം എഴുന്നള്ളിപ്പ് എന്ന് പറയുന്നത്. കണ്ടില്ലേ, കുട്ടിപ്പട്ടാളങ്ങൾക്ക് വരെ ആ ഒരു എനർജി ഉണ്ട്. അച്ഛന്മാരുടെ അതേ എനർജിയിൽ തന്നെയാണ് മക്കളിരിക്കുന്നത്. പിന്നെ ഇന്ന് നമുക്ക് കുറച്ച് പ്രോഗ്രാംസ് കാണാം. സാന്ദ്രമായിട്ടുള്ള നമ്മുടെ ഈ ഒരു താലം എഴുന്നള്ളിപ്പ് അമ്പലത്തിലോട്ട് എത്തിക്കഴിഞ്ഞു. അങ്ങനെ എല്ലാവരും അയ്യപ്പസ്വാമിയെ ഇങ്ങനെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അയ്യപ്പ മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് ഈ അമ്പലത്തിലോട്ട് എത്തിയിട്ടോ. നമ്മുടെ അമ്പലം എന്ന് പറയുന്നത് വാവക്കാട് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രമാണ്.
അങ്ങനെ ഭഗവാന്റെ തേര് ഒരു സൈഡിലേക്ക് ഒതുക്കി വെക്കുകയാണ്. അതിനുശേഷം എല്ലാവരും താളം പിടിച്ച് അമ്പലത്തിന് ചുറ്റും ഒന്ന് വലം വെക്കാനായിട്ട് പോവാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ചെണ്ടക്കൊട്ടൊന്നും നിർത്തിയിട്ടില്ല. അവർ നല്ല രീതിയിൽ ചെണ്ട കൊട്ടിക്കൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട്. എല്ലാവരും കണ്ടില്ലേ, ഭക്തിസാന്ദ്രമായിട്ട് ആ ഒരു നിമിഷം അയ്യപ്പ മന്ത്രങ്ങൾ മാത്രമാണ് എല്ലാവരുടെയും നാവിൽ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത്. ഇങ്ങനെ എല്ലാവരും അമ്പലത്തിൻ്റെ അകത്തേക്ക് ഭഗവാനെ ദർശിക്കാനായിട്ട് പോവാണ്. ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് സ്വപ്നങ്ങളും ഉണ്ടാവും എല്ലാവർക്കും അല്ലേ. ആ ആഗ്രഹങ്ങളെല്ലാം അയ്യപ്പസ്വാമി മണ്ഡലകാലത്ത് നടത്തിക്കൊടുക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ്. നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ അതിഗംഭീരമായിട്ട് തന്നെയാണ് നമ്മുടെ ഈ വർഷത്തെ ഈ ഒരു താലം എഴുന്നള്ളിപ്പ് നടത്തിയത്. അപ്പോൾ അത് നടത്താൻ സാധിച്ചു തന്നതിൽ അയ്യപ്പസ്വാമിയോടും അത് നടത്തുന്നതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രയത്നിച്ച ന്യൂ ജ്യോതിസ് ക്ലബിൻ്റെ എല്ലാ അംഗങ്ങളോടും ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. ഇന്നത്തെ ഭക്തിസാന്ദ്രമായ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ബൈ.